കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ തുറന്നടിച്ച ഡോക്ടർ ഹാരിസ് കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലിലടയ്ക്കാൻ ശ്രമിച്ചെന്ന ഡോക്ടർ ഹാരിസിൻ്റെ സന്ദേശം KGM-CTA ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസിൻ്റെ സന്ദേശത്തിലാണ് കാര്യം പറഞ്ഞത്. അതേസമയം ഡോക്ടർ ഹാരിസിനെ മാനസികമായി തകർക്കാൻ കൂട്ടുനിന്ന ഡോക്ടറെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്ഥിരം തസ്തികയിൽ നിയമിക്കാൻ വഴിവിട്ട നീക്കം നടക്കുന്നതായും ആരോപണമുണ്ട്. വിവരം നൽകാൻ അഖിൽ പാലോട്ടുമടം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ, കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഡോക്ടർ ഹാരിസ് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സന്ദേശത്തിൽ തുറന്നടിക്കുകയാണല്ലേ? വിവരം നൽകാൻ ടിൻഡു ദാസ് ആണ് ചേരുന്നത്. ടിൻഡു, ഈ ഡോക്ടർ ഹാരിസ് ഇപ്പോൾ രൂക്ഷ വിമർശനമാണ് തന്നെ കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടത്തിയിരിക്കുന്നത് അല്ലേ? നമ്മൾ ഈ വിവാദങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് ഡോക്ടർ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകിയതാണ്. തൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻറ് സർവീസിലിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള ചട്ടലംഘനം നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ തുറന്ന് സമ്മതിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പുമായിട്ടും സർക്കാരുമായിട്ടും മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങളൊക്കെ ഇനി സംഘടന തീരുമാനിക്കുമെന്നാണ് പ്രതികരണമായി നൽകിയത്. പക്ഷേ ഇന്നലെ അദ്ദേഹം KGM-CTA ഗ്രൂപ്പിൽ ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. ആ സന്ദേശം ഇങ്ങനെയാണ്: കൂടെ നിൽക്കാൻ കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെയാണ് അദ്ദേഹം ഇങ്ങനെ സന്ദേശം അയച്ചിട്ടുള്ളത്. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലിൽ അയക്കാൻ ശ്രമിച്ചു. സഹപ്രവർത്തകനെ ജയിലിൽ അയക്കാൻ വ്യഗ്രതയുണ്ടായി. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ട്. അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്നും സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചപ്പോൾ ലോകം കൂടെ നിന്നു. എന്നാൽ ചില ഡോക്ടർമാരുടെ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നും ഡോക്ടർ ഹാരിസ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. സാധാരണക്കാരന് വേണ്ടി ശ്രമിച്ചപ്പോൾ കേരളം ഒറ്റക്കെട്ടായിട്ട് ഡോക്ടറോടൊപ്പം നിന്നപ്പോഴും കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ അദ്ദേഹത്തെ ജയിലിൽ അയക്കാനാണ് ശ്രമിച്ചത്. മരണത്തിലേക്ക് വരെ തള്ളിയിടാനുള്ളൊരു ശ്രമമുണ്ട്. അതായത് ഒരാഴ്ചക്കാലം അദ്ദേഹം ഇത്തരത്തിൽ ജോലിക്ക് പോകാതെ വീട്ടിൽ തുടരുകയായിരുന്നു. ആ കാലയളവിൽ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഡോക്ടർ സമ്മതിച്ചതാണ്. അതിനുശേഷമാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു അന്വേഷണവും അതോടൊപ്പം തന്നെ ഉപകരണങ്ങൾ കാണാതാകുന്ന സംഭവമൊക്കെ ഉണ്ടാകുന്നത്. ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ളൊരു മാനസിക സംഘർഷമാണ് കഴിഞ്ഞ കാലയളവിൽ അദ്ദേഹം അനുഭവിച്ചതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള യൂറോളജി വിഭാഗത്തിലെ HOD കൂടിയാണ് ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അവിടെ ഉപകരണങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമ്മർദ്ദം, ഓപ്പറേഷൻ മുടങ്ങുമ്പോൾ ഡോക്ടർമാർക്ക് ഉണ്ടാക്കുന്ന സമ്മർദ്ദം, അതോടൊപ്പം തന്നെ ഉപകരണങ്ങളില്ലാത്ത വരുന്ന അവസ്ഥ, അതൊക്കെ വലിയ രീതിയിൽ അദ്ദേഹം അനുഭവിച്ചു. ആ അനുഭവങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെ സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്നത്. പക്ഷേ DME ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. വിവാദമായിട്ടുള്ള വാർത്താ ഒരു കാര്യം കൂടി, അതായത് ഈ ഹാരിസിനെ മാനസികമായി തകർക്കാൻ കൂട്ടുനിന്ന ഡോക്ടറെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്ഥിരം തസ്തികയിൽ നിയമിക്കാൻ സർക്കാർ വഴിവിട്ട നീക്കം കൂടി നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ആക്ഷേപം ഉണ്ട്. അത് തന്നെയാണ് അദ്ദേഹം ആ സന്ദേശത്തിൽ പറയുന്നത്. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കാൻ ശ്രമിച്ച സഹപ്രവർത്തകർ മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചു എന്ന് എടുത്തു പറയുന്നുണ്ട്. അതായത് തന്നെ ഒറ്റുകൊടുത്തുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ നേടാനായിട്ട് സഹപ്രവർത്തകൻ ശ്രമിച്ചു എന്നൊരു ആക്ഷേപം, അയാൾക്ക് ഇത്തരത്തിൽ വഴിവിട്ട രീതിയിലുള്ള നിയമനം. അപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വലിയ രീതിയിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം വീണ്ടും ഈ വിഷയങ്ങൾ അവസാനിപ്പിക്കാതെ സംഘടനാ ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു സന്ദേശം പങ്കുവയ്ക്കുന്നത്. നിലവിൽ ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംഘടന പരിശോധിക്കുമെന്നും സംഘടനയും ആരോഗ്യ വകുപ്പുമായിട്ടുള്ള ചർച്ചയാണ് ഇനി മുന്നോട്ടുള്ളതുമെന്നാണ് അറിയാൻ സാധിക്കുന്നതിലും ഡോക്ടർ ഈ വിഷയത്തിൽ വീണ്ടും ഒരു പ്രതികരണവുമായി വന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടറെ കൂടെ നിൽക്കേണ്ടവർ ചതിച്ചു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഡോക്ടർ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. നിഖിൽ, ശരി ടിൻഡു, എന്തായാലും കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ തുറന്നടിച്ച് ഡോക്ടർ ഹാരിസ് രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ തന്നെ ജയിലിൽ അയക്കാൻ ശ്രമിച്ചു എന്ന് ഡോക്ടർ ഹാരിസിൻ്റെ സന്ദേശം വന്നിരിക്കുന്നു. KGM-CTA ഗ്രൂപ്പിലാണ് ഹാരിസ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചിട്ടുള്ളത്. ഒപ്പം ഹാരിസിനെ മാനസികമായി തകർക്കാൻ കൂട്ടുന്ന ഡോക്ടറെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്ഥിരം തസ്തികയിൽ നിയമിക്കാൻ വഴിവിട്ട നീക്കവും സർക്കാർ നടത്തുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ്.